ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞതോടെ ഫലം കാത്തിരിക്കുന്ന തിരക്കിലാണ് ഏവരും. മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വോട്ടെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ദേശീയതലത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കഴിഞ്ഞ തവണ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 19 കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF നേടിയിരുന്നു. ഇത്തവണയും അത്തരത്തിലൊരു വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്നുള്ള ഉറച്ച നിലപാടിലും അത് സംബന്ധിച്ച പ്രവർത്തനങ്ങളിലുമാണ് സംസ്ഥാനം ഭരിക്കുന്ന LDF. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും പെട്ടിയിൽ വീണ വോട്ടുകളെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും മിന്നും വിജയം ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന UDFന് പക്ഷേ സ്ഥിതിഗതികൾ അത്ര പോസിറ്റീവല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല എന്നാണ് UDF പൊതുവെ പറയുന്നതെങ്കിലും എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് സൂചനകളിലൂടെ ലഭിക്കുന്നത്. ഈ സൂചനകൾ തന്നത് LDF നേതാക്കളോ പ്രവർത്തകരോ അല്ല. സാധാരണയായി ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നാൽ അത് LDFന്റെ തലയിലാണ് വന്നു വീഴുന്നത്. എന്നാൽ ഇവിടെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗതികേടിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് മറ്റാരുമല്ല, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് അദ്ദേഹം. ഇക്കഴിഞ്ഞ ദിവസം കൗമുദി TVയിലെ പ്രതിവാര അഭിമുഖ പരിപാടിയായ സ്കൈ ലൈനിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സംഘടനാ ദൗർബല്യവും നേതൃത്വത്തിന്റെ ആസൂത്രണമില്ലായ്മയും മൂലം സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ചല്ല അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതുകൂടി ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസ്ഥയാണ്, അതായത് ഏകദേശം എല്ലാ മണ്ഡലങ്ങളെയും കുറിച്ച് തന്നെ. ഇലക്ഷന് മുൻപ് പാർട്ടി പുനഃസംഘടന നടത്തിയതോടെ എല്ലാം താറുമാറാവുകയായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് ആരോപിക്കുന്നത്. അതായത് പുനഃസംഘടനയിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയവർ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തവർ ബൂത്ത് സ്ഥിതി ചെയ്യുന്ന പരിസരത്ത് പോലും വന്നില്ല എന്നാണ് അടൂർ പ്രകാശിന്റെ തുറന്നു പറച്ചിൽ. ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യങ്ങളത്ര പന്തിയല്ലെന്ന് സാരം. കോൺഗ്രസ് പുനഃസംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി ഇതിലും മെച്ചമായിരുന്നേന് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മോഹിപ്പിച്ച് കൂടെ നിർത്തുക എന്ന തന്ത്രം. തെരഞ്ഞെടുപ്പ് നടന്ന് കാര്യം കണ്ടു കഴിഞ്ഞ ശേഷം പുനഃസംഘടനയിൽ ഈ പറയുന്നവർക്ക് പ്രാതിനിധ്യം ഒന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല എന്ന ലൈൻ. സ്ഥാനം കിട്ടാത്തവർ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ, ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നർത്ഥം. അതേസമയം സ്ഥാനാർത്ഥികളുടെ നിശ്ചയദാർഢ്യവും പ്രവർത്തനങ്ങളും 20-ന് 20 സീറ്റും ലഭിക്കുമെന്ന് പറയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അടൂർ പ്രകാശ് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അക്കാര്യമാണ് മനസ്സിലാകാത്തത്. ബൂത്തിലിരിക്കാൻ പോലും ആളുകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറയുന്നു സ്ഥാനാർത്ഥികളുടെ നിശ്ചയദാർഢ്യവും പ്രവർത്തനങ്ങളും കോൺഗ്രസിനെ വിജയിപ്പിക്കുമെന്ന്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബൂത്തിലിരിക്കാൻ കൂട്ടാക്കാത്ത പ്രവർത്തകരല്ലേ വോട്ട് ചെയ്യുന്നത്? സംഘടനാ ദൗർബല്യ നിമിത്തം കുഴഞ്ഞും മറിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കോൺഗ്രസ് എന്ന് താങ്കൾ പറഞ്ഞതും 20-ന് 20 സീറ്റുകളും നേടുമെന്ന് താങ്കൾ പറഞ്ഞതും തമ്മിൽ അങ്ങനെ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടും മറ്റും തടയാൻ ഹൈക്കോടതിയിൽ പോയതിനാൽ ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ നിങ്ങളുടെ ആളുകളില്ലാത്ത ബൂത്തുകളിൽ ഞങ്ങൾ വേണ്ടത് ചെയ്തിട്ടുണ്ടെന്ന് തന്നോട് അടുപ്പമുള്ള ചിലർ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതായും അടൂർ പ്രകാശ് പറയുന്നു. അതായത് കള്ള വോട്ടോ അതുപോലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ് കഷ്ടം. പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഇന്നേജന്റുമാർ ഇല്ലാത്ത ബൂത്തുകളിൽ ഇടതുപക്ഷക്കാർ തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു എന്നാണ്. ഒരു തിരഞ്ഞെടുപ്പിന് എതിർകക്ഷികൾ അങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതത് മുന്നണികൾ തങ്ങളുടെ ഏജന്റുമാരെ പോളിംഗ് ബൂത്തിൽ നിയോഗിക്കുന്നത്. എന്തെങ്കിലും കൊള്ളരുതായ്മകൾ നടന്നാൽ അത് തടയുക, തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് സംബന്ധിച്ചുള്ള സംഗതികൾ സുഗമമാക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടൂർ പ്രകാശിന്റെ പാർട്ടിക്ക് പോളിംഗ് ബൂത്തിൽ ഇരിക്കാൻ ആളില്ലാത്തത് LDFന്റെ കൂടി കുറ്റമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്രയും ഗുരുതരമായ കൃത്യവിലോപങ്ങൾ നടന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അതോറിറ്റിയായ KPCCക്ക് പരാതി നൽകിയോ എന്ന ചോദ്യത്തിന് അടൂർ പ്രകാശ് വളരെ രസകരമായ രീതിയിലാണ് ഉത്തരം പറഞ്ഞത്. പരാതി കൊടുത്താൽ ആരാണ് കേൾക്കുന്നതെന്നും പരാതി നൽകിയിട്ട് കാര്യമില്ലെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. അതായത് കഴിവ് കെട്ട നേതൃത്വമാണെന്ന് അടൂർ പ്രകാശ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ചില പോസിറ്റീവായ സത്യങ്ങളും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മത്സരിക്കാൻ വന്നപ്പോൾ ആദ്യം വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ പ്രവർത്തകരുടെ ആവേശം കണ്ടപ്പോൾ ജയിക്കുമെന്ന് ഉറപ്പായി എന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഇക്കാര്യം അടൂർ പ്രകാശ് എടുത്തു പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഇക്കുറി പ്രവർത്തകരെ സജ്ജമാക്കേണ്ട സംഘടനാ നേതൃത്വം അതിനുള്ള ശ്രമം നടത്തിയെന്ന് പറയാനാകില്ല എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണത്തെ കാര്യം പുള്ളിക്കാരൻ എടുത്തു പറഞ്ഞത്. ഇക്കാര്യത്തിൽ അടൂർ പ്രകാശിന്റെ ബുദ്ധി റോക്കറ്റാണ്. ആറ്റിങ്ങലിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ജയം ഉറപ്പാണെന്ന് അടൂർ പ്രകാശ് ഉറപ്പിച്ചു പറയുന്നു. ഇക്കുറി മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന്
AICCയോടും ഇവിടുത്തെ നേതൃത്വത്തോടും തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ മറുപടി. ചില കാരണങ്ങളാൽ വേറെ ആളുകളുണ്ടെങ്കിൽ നോക്കണമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിക്ക് വിധേയനായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് ആണയിടുന്ന അടൂർ പ്രകാശ് ഒരു വലിയ സത്യം കൂടി അതോടൊപ്പം പൊട്ടിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി ആവശ്യപ്പെട്ടാൽ വരുമെന്ന സത്യം. KPCC അധ്യക്ഷ സ്ഥാനത്തിന് അയോഗ്യനായി മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് അടൂർ പ്രകാശിൻ്റെ വാദം. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിക്കാതെ ഒരു വിഭാഗത്തിന് മാത്രം മുൻതൂക്കം നൽകി കോൺഗ്രസിനെയും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ അടൂർ പ്രകാശിന് ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായി എങ്കിൽ അതിനെ നല്ല ലക്ഷണമായി മാത്രമേ കാണാനാകൂ. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങണമെന്നും അതിനനുസരിച്ച് സംഘടനാ നേതൃത്വം സജ്ജമാകണമെന്നും അടൂർ പ്രകാശ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ചോദിക്കാമല്ലോ, ഈ ഇൻ്റർവ്യൂവിലൂടെ അടൂർ പ്രകാശ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഉത്തരം പകൽ പോലെ വ്യക്തമാണല്ലോ. തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെ രണ്ട് കൊട്ടുക. കൂട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനമായ KPCC പ്രസിഡന്റ് പദവി തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് മറ്റുള്ളവരെ അറിയിക്കുക. അതുമാത്രമാണോ? അല്ല. അടുത്തതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ ഒരുപക്ഷെ തൻ്റെ അടി തെറ്റിയേക്കുമെന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം. തൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യവും അതുപോലെയൊക്കെ തന്നെയാണെന്നും ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും പറഞ്ഞു വയ്ക്കുന്നത്. ബാക്കി കണ്ടു തന്നെ അറിയണം.